കേസ് ഇന്ന് ഇൻട്രോ ഒന്നുമില്ല. ഞങ്ങൾ ഫസ്റ്റ് നേരെ കാര്യത്തിൽ വരാം. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളെ യൂട്യൂബ് ചാനൽ നിർത്താൻ പോവാണ്. ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ അല്ലേ, ഒരുപാട് ആഗ്രഹത്തോടെ ഞങ്ങൾ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇട്ടൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൻ്റെ താഴെ വന്നാണ്ട് 2-3 കമൻറ്റൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ചാനൽ നിർത്താൻ പോവാണ്. ഇതല്ലേ ഇത് പ്രതീക്ഷിച്ചത്? ഇത് ഞങ്ങളിൽ നിന്ന് വരില്ല. സംഭവം എന്താ പറയുക ഗൈസ്, ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എൻ്റർടൈൻ വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഞങ്ങളൊരു 5:30 ആകുമ്പോൾ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ താഴെ ഒരു 7 മണിയായപ്പോൾ ഒരു കമൻറ്റ് വന്നു. അത് ഫസ്റ്റ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കമൻറ്റ് വന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലാതെ ചിരിക്കണ്ട, അതാ ആ ID ഞാനിവിടെ കൊടുക്കേണ്ട കമൻറ്റ്, വല്ലാതെ ചിരിക്കണ്ട. ഞാനും തന്നെ നോർമലി കരുതി നല്ല ചിരിക്കുന്ന വീഡിയോ. പഴമക്കാർ പറയുമല്ലോ അധികമായ അമൃതം വിഷമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓവർ ചിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരയേണ്ടി വരും. അങ്ങനത്തെ ഒരു സംഭവം എഴുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തു, അത് വിട്ടു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വേറെ കമൻറ്റ് കൂടി വന്നു. അപ്പോൾ അതിൽ അടുത്ത കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ, അതിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടും ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു സംതിങ് ഫിഷി എന്തോ തോന്നി. അപ്പോൾ ഞാൻ നെയ്നുവിനെ വിളിച്ചു. ഞാൻ ജസ്റ്റ് ആദ്യം പ്രൊഫൈല് ജസ്റ്റ് ആ DP ക്ലിക്ക് ചെയ്തു. DP ക്ലിക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം കുറച്ച് എന്തോ സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട്. അപ്പോൾ ഞാനത് തുറന്നു നോക്കുമ്പോൾ ഇതിൽ എന്തോ വീഡിയോസ് എന്തോ ഇട്ടിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തുറന്നു നോക്കുമ്പോൾ 2-3 ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലാളെ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് നെയ്നുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളാണ്. നെയ്നുവിനോട് ചോദിച്ച് എനിക്ക് പരിചയമുള്ള ഒരാളാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെനിക്കറിയാം. അപ്പം കല്യാണത്തിന് മുമ്പ് നെയ്നുവിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു ലേഡിയാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഇതേപോലെ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു ആളാണ്. കുറച്ച് പോലീസ് സ്റ്റേഷൻ കേസ് വരെയൊക്കെ എത്തിയിരുന്നില്ലേ അത്. അപ്പോൾ എന്താണ് വ്യക്തിന്റെ പേര്? ബിൻഷിത ബിൻസി, അതാണല്ലേ പേര്? അങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രൊഫൈൽ ബിൻഷിത എന്നാണ് നെയിം. ഇൻസ്റ്റാഗ്രാമിൽ ബിൻസി എന്നൊക്കെ ഒരു നെയിമായിട്ട് കാണാറ്. അതിന് പറ്റിയ ഒരു പെണ്ണിനെ കിട്ടും ചെയ്തിരിക്കണം എന്നാണ്ട് അടുത്തൊരു കമന്റ് ഇട്ടു. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫസ്റ്റ് കമന്റ് പോകാം. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും നോക്കിയത്. വല്ലാതെ ചിരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നല്ലൊരു എന്റർടൈൻ ചെയ്യണ നല്ലൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഫ്രണ്ട്സിലെ ചേരാമ്പ് ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് അല്ലേ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിപ്പോ എന്തായാലും നമ്മളെ കൊണ്ട് നടക്കുന്ന കേസല്ലല്ലോ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ കമന്റ് ഇട്ട ആളൊന്ന് ശ്രദ്ധിക്കണം. എന്തായാലും വീഡിയോ കണ്ടുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങളുടെ ചാനലാണ്, ഓക്കെ. ഞാൻ ഇവിടെ പേര് കൊടുത്തിട്ടുകൊണ്ട് ഇത് കരുതിയിട്ട് ഇവളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓളോടുള്ള സ്നേഹം കൊണ്ടാണ് ഓളെ പേരിൽ ചാനലാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. ആ കമന്റ് വന്നതും എനിക്കാണ്, ഇത് കമന്റ് ചെയ്തതും ഒക്കെ എന്നോടാണ്. അപ്പോൾ എന്തായാലും എനിക്കൊരു കമന്റ് വരുമ്പോൾ അറിയാത്ത ഒരാളെ എനിക്ക് കമന്റ് വരുമ്പോൾ ഞാൻ എന്തായാലും അതിന് റിയാക്ട് ചെയ്യും. വെറുതെ ഒന്നല്ല, നമ്മൾ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തണം. അതിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു കേസാണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കമന്റ്. രണ്ടാമത്തെ കമന്റ് ഇപ്പം നമ്മളോട് പറഞ്ഞ പോലെ തന്നെ അതിന് പറ്റിയൊരു പെണ്ണിനെ കിട്ടും ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെയാണ് പടച്ചോൻ കണ്ടറിഞ്ഞ് തന്നതിനേക്കാരം. പടച്ചോൻ അതിന് കണ്ടറിഞ്ഞ് തന്നതിനേക്കാരം. അതവിടെ നിൽക്കട്ടെ. പിന്നെ മൂന്നാമത്തെ ഒരു കമന്റ് കൂടി വന്നു 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ. ഇനി ഇതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ തരുന്നു, നിർത്തിപ്പോയിക്കൂടെ. അതല്ല അത് 2-3 ആൾക്കാർ അതിന്റെ താഴെ റിപ്ലൈ കൊടുക്കും ചെയ്തിരിക്കുന്നു. പിന്നെ പക്ഷെ ആ കമന്റ് ഒക്കെ നേരം കൊടുത്ത് നോക്കുന്ന സമയത്ത് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ നോക്കുമ്പോൾ ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി ചെയ്തിരിക്കണം. അതിനുള്ള റിപ്ലൈ വന്നതും സ്വാഭാവികമായിട്ട് പോകുമല്ലോ. അപ്പം ഈ ഒക്കെ തികഞ്ഞു നിർത്തിപ്പോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ നിർത്തിപ്പോകാനും ഇത് പറയുമ്പോൾ തുടങ്ങാനും എൻ്റെ വലിയ പട്ടിക്കുട്ടികളല്ല ഞങ്ങൾ. അപ്പം അത് ഓർത്തിട്ടുള്ള കമന്റ് ഇട്ടാൽ മതി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളെ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഞങ്ങളുടെ വീഡിയോ കാണണം, ഞങ്ങൾ ലിങ്ക് അയച്ചു തന്നിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് എവിടുന്ന് കിട്ടി, ആരോ അയച്ചെന്നു, ഇത് കയറി കണ്ടു. ഞങ്ങൾ നിർബന്ധിക്കാത്തൊരു കേസ് ഇത് കയറി കണ്ടിട്ട് നിർത്തിപ്പോയിക്കൂടെ എന്ന് ഇത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പറ്റും ഇത് യൂട്യൂബിലെ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെ വീഡിയോ ഇനി മാത്രമേ കാണാനുള്ളൂ, അതുകൊണ്ട് നിവൃത്തിയോടുകൊണ്ട് കാണാം, അങ്ങനെയല്ലല്ലോ. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ഒരു മഹാസമുദ്രമാണ്. അതിൻ്റെ മൂലൊക്കെ കൂടെ നീന്തി കളിച്ചുള്ള ചെറിയ 2 കുഞ്ഞു പരൽമീനുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മൂലൊക്കെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളും. ഇത് ഞങ്ങളുടെ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓർക്ക് ഞങ്ങളെപ്പോഴും ഹാർട്ട് മാത്രമേ ഉള്ളൂ. ഈ ഇഷ്യൂ ഞങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഈ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരാണെന്നുള്ളത് എനിക്കും അറിയും, ഞങ്ങൾക്കും അറിയും. അപ്പോൾ ഞങ്ങളെ കയ്യിൽ എല്ലാ തെളിവും അതിന്റെ കാരണം നിങ്ങൾ വിചാരിക്കും ഒരു കമന്റിന് ഇത്രക്ക് ഇങ്ങനെയല്ല.
പിന്നെ പേഴ്സണലി കുറെ പ്രശ്നമുള്ള കേസാണ്. കല്യാണത്തിന് മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ്. കല്യാണത്തിന് മുമ്പ് നടന്ന ഒരു ഇഷ്യൂന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടും ഒരു വർഷമായിട്ട് ഈ ലേഡി ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് അക്കൗണ്ടും ഒറിജിനൽ അക്കൗണ്ടൊന്നും അല്ല ഇപ്പൊ അങ്ങനെയൊക്കെ മെസ്സേജ് അതൊക്കെ ഇതിലെ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ പിന്നീട് വീഡിയോയിൽ പറയും. ആളെ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്യും. അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ വന്ന് കമന്റ് ഇട്ടതിന് സോറി പറഞ്ഞു പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ ബാക്കിയുള്ള ഒന്നിനും നിൽക്കണില്ല. ഞങ്ങളെ വീഡിയോന്റെ താഴെ വന്ന് അത്രയും ഞങ്ങൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു എന്റർടൈൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്ത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് എന്തായാലും അറിയുണ്ടാവും. അപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കമന്റ് അല്ലെങ്കിൽ നെയ്മിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ വന്നാണ്ട് സോറി പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഇഷ്യൂ ഫുള്ളായിട്ട് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കോമണിൽ ഒരു 2-3 വീക്ക് മുന്നേ അടക്കം എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വരും. ആ നമ്പറിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കുള്ളൂ ഈ വ്യക്തി ആയിരുന്നു. കാരണം ആ പ്രൊഫൈൽ ഞാൻ കോൾ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ലവ് മൈ ഇക്ക എന്നിട്ട് ഈ കുട്ടിയുടെയും ഹസ്ബൻഡിന്റെയും DP ഞാൻ കണ്ട എനിക്ക് മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ അറിയാത്ത പോലെ ഞാൻ റിയാക്ട് ചെയ്തു. അപ്പോൾ ഗൈസ് ഞങ്ങള് രാവിലെ തന്നെ നീച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത്രയും ഹെൽപ്പ് ചെയ്തു നെയ്നുവിന് എന്നുള്ളതാണ് ഈ വീഡിയോ. ഇത് നല്ല ഈ ഒരു പ്രശ്നം തന്നെ കുറേ നെയ്നുവിനെ കല്യാണത്തിന് മുമ്പ് സങ്കടപ്പെടുത്തിയാണ്. ഇനി ആ ഒരു സങ്കടപ്പെടുത്താൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഞങ്ങൾ നീച്ച ഉടനെ തന്നെ ഞങ്ങൾ ചായ കൂടി കുടിക്കാതെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.